ഹലോ, ഞാനൊരു അഭ്യർത്ഥനയായിട്ട് വന്നതാണ് കേട്ടോ. നാളെ നമ്മുടെ +10ാം ക്ലാസ്സിലെ റിസൾട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ഇങ്ങനൊരു ന്യൂസ് കാണാനിടയായി. CBSE +2ൻ്റെ റിസൾട്ട് വന്നു. ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് കേൾക്കാനിട വന്നു കേട്ടോ. ഒരിക്കലും മക്കളെ, നിങ്ങളാരും ആത്മഹത്യ ചെയ്യരുത്. നമുക്ക് ജയം തോൽവിയൊക്കെ സാധാരണ പതിവാണ്. ഞാനൊരു +2 പഠിക്കുന്ന കുട്ടിയുടെ അമ്മയാണ്. എനിക്ക് നല്ല രീതിയിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ മക്കളെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളാരും ചീത്ത പറയുകയോ തല്ലോ ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിണ്ടാക്കുന്നത്. ഞാനെന്നല്ല, എല്ലാ അമ്മമാരും അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്. എല്ലാ പാരൻസും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് അവരുടെ കൈയാണോ കാലാണോ വളരണമെന്ന് പറഞ്ഞിട്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ നമ്മൾ വളർത്തുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ മക്കളെ തോറ്റതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ഞാനും ഇടയ്ക്ക് എൻ്റെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞ് ചീത്ത പറയാറുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ അത് തിരുത്തി പറയും. സാരമില്ല, അടുത്ത പ്രാവശ്യം മാർക്ക് മേടിച്ചാൽ മതി കേട്ടോ. എൻ്റെ അനിയത്തിമാരൊക്കെ എന്നെ ചീത്ത പറയും. നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, നീ പഠിപ്പിക്കാഞ്ഞിട്ടാണ്, നീ ചീത്ത പറയാഞ്ഞിട്ടാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ എൻ്റെ മക്കളെ കൂടുതൽ ഞാൻ ചീത്ത പറയാറില്ല. അവർ പഠിക്കണം, അത്ര പഠിച്ചാൽ മതി എന്നാണ് ഞാൻ പറയാറ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോടും ഞാൻ പറയാറുണ്ട്, നല്ല രീതിക്ക് പഠിക്കണം മക്കളെ, പഠിച്ചാലേ കാര്യമുള്ളൂ, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ കൂടുതൽ ചീത്ത പറഞ്ഞാൽ ഇപ്പോഴത്തെ മക്കളുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അവർക്ക് മരിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു വിഷയത്തിലോ 2 വിഷയത്തിലോ തോറ്റു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ. ഒരുപാട് സങ്കടം ഉണ്ടാവുന്ന കാര്യമാണ്. മക്കൾക്ക് ഒരു നിമിഷ നേരത്തെ തോന്നലിന് എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ ജീവിതകാലം മുഴുവൻ, അവരുടെ മരണം വരെ അവർ കണ്ണീര് കുടിച്ചിട്ട് അവർക്കൊരു മനസ്സമാധാനം ഇല്ലാണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തള്ളിവിട്ടിട്ടാണ് നിങ്ങൾ പോണത്. അപ്പോൾ ഒരു കുട്ടികളും ആത്മഹത്യ ചെയ്യരുത്. റിസൾട്ട് വന്നോട്ടെ, നിങ്ങൾ പാസ്സാവുകയും മാർക്ക് കുറയുക, അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അടുത്ത വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ പഠിക്കാണ്ടേ, ആ ഒരു 10 മാസം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ പഠിക്കാതെ ഫോണിൽ കളിച്ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് വന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾ ചിന്തിക്കില്ല. ആ സമയത്ത് പാരൻസ് പഠിക്കാൻ പറയുമ്പോൾ നിങ്ങളത് കേൾക്കില്ല, ടീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾ കേൾക്കില്ല. എന്നിട്ട് ഈ അവസാന നിമിഷം മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ വല്ല അർത്ഥമുണ്ടോ മക്കളെ? അപ്പോൾ ഒരു കാരണവശാലും ഒരു കുട്ടികളും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. എല്ലാ പൊന്നുമക്കൾക്കും വിജയാശംസകൾ നേരുന്നു. ഒരിക്കലും നമ്മുടെ അച്ഛനമ്മമാരെ വേദനിപ്പിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നമുക്ക് പഠിക്കാനും ഇനി മാർക്ക് മേടിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഓർക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.